ഹേ ഗായ്സ്, അപ്പോൾ എ ബി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾ തമ്മിൽ കണ്ടോളാം. നമ്മുടെ കേരള കൊണ്ടോടി ട്രാഫിക് മോഡ് നമ്മുടെ ബസ്സിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണത്, ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഈ കേരള ട്രാഫിക് മോഡ് നമ്മുടെ ബസ്സിലോട്ട് ആഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 വീക്സായി. അതിന് ആഡ് ചെയ്തതിന് ശേഷം ഇന്നലെ വരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിലും എനിക്ക് 1-2 കോമൻസ് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്, എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. ഡെയിലി അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ ഇത് വരുമായിരുന്നു നമ്മുടെ ട്രാഫിക് മോഡ്സ് ഒക്കെ കണ്ടിട്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് 3 ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്: APK, OBB ആൻഡ് മാപ്പ് ഡൗൺലോഡർ APK. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് KBR കമ്മ്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേനും അത് തന്നെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് ടീം KBR കമ്മ്യൂണിറ്റി എന്നാണെന്ന് ലിങ്ക് എടുക്കുക. ആ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ നേരെ താഴോട്ടും എല്ലാം സ്ക്രോൾ ചെയ്ത് പോവുക. നമ്മൾ കേരള കൊണ്ടോടി ട്രാഫിക് മോഡാണെന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ള സാധനം. അപ്പോൾ അത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും കൊണ്ടോടി ട്രാഫിക് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ പേഴ്സണലൈസ് ആയിട്ട് വേറെ പേജ് വരും. നമ്മുടെ ഈ മോഡിൻ്റെ ലിങ്ക്സും ഇതുപോലെ ഒരു പേജ് വരും, ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം നമ്മുടെ ലിങ്ക് മാപ്പ് ഡൗൺലോഡർ APK ഏതാണെന്ന് ഏറ്റവും താഴെ കാണുന്നതാണ് നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്കിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ മോഡ്സിൻ്റെ പേജിലോട്ട്, നമ്മുടെ എല്ലാ ഷെയർ മോഡ്സിൻ്റെ സാധനം തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൗണ്ട് ഡൗണും കാര്യങ്ങളും കഴിയുമ്പോൾ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ അവിടെ ഡൗൺലോഡ് കാണിക്കും. ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഫസ്റ്റ് ടൈം ആവണമെന്നില്ല ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു 3-4 തവണ അങ്ങനെ ചെയ്ത് നോക്കുക, അന്നേരം അത് സെറ്റ് ആവുന്നതായിരിക്കും. നമ്മുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഒരു ഡൗൺലോഡ് ഏകദേശം തീരാനായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഫുൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ APK കയറ്റണം. APK ഏറ്റവും മുകളിലാണുള്ളത്. നമ്മൾ ഏറ്റവും മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ലിങ്ക് APK എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഷെയർ മോഡ്സിൻ്റെ പേജിൽ തന്നെയാണ് പോവുക. ഷെയർ മോഡ്സിൻ്റെ പേജിൽ പോയിട്ട് ഇത് ഏകദേശം ഒരു 300 MB സൈസ് വരുന്നുള്ളൂ. മാപ്പ് 500 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് തന്നെ. ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. ആഡൊക്കെ വരുമ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി. ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക, ബാക്ക് അടിക്കുക. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക, ബാക്ക്. അപ്പോൾ തന്നെ സ്പോട്ടിൽ ബാക്ക് അടിക്കുക. ഫസ്റ്റ് ടൈം ആവണമെന്നില്ല, അപ്പോൾ ഒരു 1-2 തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും സക്സസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ APK ഒക്കെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് വേഗം ആവും, നല്ല സ്പീഡിൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ല നല്ല സ്പീഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുക, റേഞ്ചും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുക. നമ്മുടെ APKയും കാര്യങ്ങളും ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രൊസീജിയറാണ് കുറച്ച് ടാസ്ക്. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് OBB ഫയലാണ് കയറ്റേണ്ടത്. നമ്മൾ താഴോട്ട് വരുമ്പം ഇവിടെ ലിങ്ക് OBB എന്ന് പറഞ്ഞ 2 ലിങ്ക്സ് ആണ് GP ലിങ്ക്സിൻ്റെ. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ജെറ്റ് ബസ് പേര് മാറ്റി വരുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ശരിക്കും നമ്മുടെ ട്രാഫിക് മോഡിൽ ബസ്സുകൾ എങ്ങനെയാണോ അതേപോലെ ബസ് മാറി വരുന്നത്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒറിജിനൽ ട്രാഫിക് മോഡാണ് കൊടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വെരിഫിക്കേഷൻ കഴിയുന്നവർ വെയിറ്റ് ചെയ്യുക. അന്ന് ടിക്ക് കൊടുക്കുക. നമ്മൾ ഹ്യൂമൻ ആണോ റോബോട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനിൽ വരും. ഇവിടെ മുകളിൽ നിങ്ങളൊരു പ്ലീസ് വെയിറ്റ് 15 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കാണിക്കും. അത് കൗണ്ട് ഡൗൺ കഴിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ വെരിഫൈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അത് കണ്ടിന്യൂ അടിക്കുക. ആഡ് ചെയ്യുമ്പോൾ ബാക്ക് അടിച്ച് കളയുക. ഇതുപോലെ ഈ പ്രൊസീജിയർ ഒരു 3 തവണ ചെയ്യണം നമ്മൾ ഇതിനകത്ത്. എന്നാലേ നമുക്ക് നമ്മുടെ OBB ഫയൽ കിട്ടുള്ളൂ. പേടിക്കേണ്ട, വൈറസും കാര്യങ്ങളും ഉടായിപ്പൊന്നുമല്ല ഇതിനകത്ത്. GP ലിങ്ക്സ് നല്ല സെറ്റ് സാധനമാണ്, ഉടായിപ്പൊന്നും നല്ല സാധനം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ 2-3 തവണ നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് നമ്മുടെ OBB കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഈ നമ്മുടെ മാപ്പ് ഡൗൺലോഡർ APKയും അല്ല, നമ്മുടെ APK മെയിൻ ഫയൽ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പം ഇത് OBB തന്നെ വേണം. അപ്പം നമ്മുടെ 3 പ്രാവശ്യം കഴിഞ്ഞ് ലാസ്റ്റ് കണ്ടിന്യൂ അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് വരും. എന്നിട്ട് അവിടുത്തെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരും. അത് ജസ്റ്റ് ബാക്ക് അടിച്ച് വിട്ടാൽ മതി, നോർമലി കളയുന്ന പോലെ.
അത് ജസ്റ്റ് അങ്ങ് ബാക്ക് അടിച്ച് വിട്ട് കഴിയുമ്പോൾ അതും ഷെയർ മോഡ്സ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് ഡൗൺലോഡിന് കൊടുക്കുക, ബാക്ക് അടിക്കുക, അപ്പോൾ ഡൗൺലോഡ് അടിക്കുക, ബാക്ക് അടിക്കുക, അപ്പോൾ നമ്മുടെ ഡൗൺലോഡും കാര്യങ്ങളും സ്റ്റാർട്ടാവും. അപ്പം അത് ഡൗൺലോഡ് ആവുന്നതിനൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ OBBയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ടാസ്ക്. സംഭവം നമുക്കിനി ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്താലേ നമുക്കിത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സെഡ് അച്ചീവർ കയറ്റുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻബിൽഡായിട്ട് ഫോണിലുള്ള ഫയൽ മാനേജർ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ ഫയൽ മാനേജർ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുക, എങ്ങനെയാണ് ഇത് ഗെയിമിലോട്ട് സക്സസ് ആയിട്ട് ആഡ് ചെയ്യുക എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അടുത്ത സെക്ഷൻ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് എക്സ്ട്രാക്ഷൻ്റെ പരിപാടി മനസ്സിലായില്ല, അതിനും വഴിയാണ്. നമ്മുടെ ട്രാഫിക് മോഡ് KBRൻ്റെ സൈറ്റിൽ പോയി കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് സെലക്റ്റീവായിട്ട് എടുത്തു കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് 2 ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. ഫയൽ മാനേജറിൽ പോയിട്ട് ഡിവൈസ് സ്റ്റോറേജിൽ പോയിട്ട് ഡൗൺലോഡ്സ് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മാപ്പ് ഡൗൺലോഡർ APK എക്സ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാപ്പ് ഒന്ന് കൊടുക്കുക, ഫിൽറ്ററിൽ ടുഡേ എന്നും കൊടുക്കുക. അപ്പോൾ ഇന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽസ് തന്നെ കിട്ടും. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ എക്സ്ട്രാക്ട് കൊടുക്കുക, സെലക്ട് ഫോൾഡർ, ഡിവൈസ് സ്റ്റോറേജ്, ഡൗൺലോഡ്സ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൾഡറിൽ പോയിട്ട് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാനിപ്പോൾ നമ്മുടെ കേരള മോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് ഞാൻ എൻ്റെ ഈ ഫയലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ കേരള മോഡ്സ് എടുത്തു, നമ്മുടെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ഫയലൊക്കെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് മെയിൻ ഫയൽ ടാപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കണം. ഓപ്പൺ കൊടുത്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവും. ഓപ്പൺ ആക്കിയിട്ട് ഇതൊന്ന് മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലോഡ് ആവുന്നതാണ് നമ്മുടെ ഈ സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക ഗെയിം ഓപ്പൺ ആകുമ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഭാഷയിൽ എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ ഇത് ഓട്ടോ ബാക്കപ്പ് ആവും. ഓട്ടോ ബാക്കായിട്ട് നമുക്കിനി ഇതിൻ്റെ APK നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. APK നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണം. അപ്പം നേരെ ഫയൽ മാനേജർ തിരിച്ച് വന്നിട്ട് APK സെർച്ച് ചെയ്യുക. ഇന്നത്തെ ഫിൽറ്ററിൽ ടുഡേ കൊടുത്ത് ഇന്നത്തത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ APK കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ APK ജസ്റ്റ് ഒന്ന് അതിലും ടാപ്പ് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഓൾ കൊടുക്കുക. എന്നിട്ട് സെലക്ട് ഫോൾഡർ, നേരത്തെ കാണിച്ച പോലെ തന്നെ ഡൗൺലോഡ്സിൽ പോയിട്ട് കേരള മോഡ്സിൽ പോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. പിന്നെ ഗൈസ്, ഇതെല്ലാം ഒറ്റ ഫോൾഡർ തന്നെ കൊടുക്കണം. മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഒന്നും വർക്കാവില്ല. അപ്പോൾ നമ്മുടെ APKയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാക്ട് ചെയ്ത മെയിൻ ഫയൽ ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ആകണമുണ്ട്. അപ്പം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത് ഇൻസ്റ്റാളായിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഗെയിം ആദ്യം ഓൺ ആവും. ഗെയിം ഓപ്പൺ ആയിട്ട് നമ്മുടെ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ കാണിക്കുന്ന പോലെ തന്നെ മാരിയോ എന്ന് കാണിച്ചിട്ട് ഒരു വൈറ്റ് സ്ക്രീൻ വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ഇത് ഞാനിങ്ങനെ നമ്മുടെ OBBയും കൂടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഫയൽ മാനേജറിൽ പോയിട്ട് OBB സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഫോൾഡർ, ഡിവൈസ് സ്റ്റോറേജ്, ഡൗൺലോഡ്സ് പോയിട്ട് കേരള മോഡ്സ് പോയിട്ട് നമ്മൾ APK എവിടെയാണോ പേസ്റ്റ് ചെയ്തത് APK ഫയലിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. APK ഫയൽ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വേണം നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. APK ഫയൽ ടാപ്പ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാനായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ OBB ഇങ്ങനൊരു മെയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അത് സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് കോപ്പി കൊടുത്തിട്ട് ഡിവൈസ് സ്റ്റോറേജിൽ പോയിട്ട് ആൻഡ്രോയിഡിൽ പോയിട്ട് OBBക്കകത്ത് നമ്മുടെ ബസ്സിൻ്റെ ഫയൽ എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അത് അവിടെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ വൈറ്റ് സ്ക്രീന് മാറി നമ്മുടെ ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഒക്കെ ലോഡാവുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാരേജിൽ എത്തുമ്പോൾ നമ്മുടെ കിടുക്കൻ ഗ്യാരേജിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ജഡ് ബസ്സിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം പ്ലേ ഒന്ന് പോയി നോക്കാം. മാപ്പൊക്കെ ഫുള്ളായിട്ട് ഡൗൺലോഡാണ്, ഞാൻ എക്സ്ട്രാ ചെയ്തതല്ല. നമ്മൾ ആദ്യം മാപ്പ് ഡൗൺലോഡ് APK ചെയ്തുള്ള ഗുണം ഇതാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഒരു മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ KBRൻ്റെ സൈറ്റിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്ട്രാക്ഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം മനസ്സിലാവുന്ന രീതിയിൽ. ഇത് മനസ്സിലാവുന്നതിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ട്രാഫിക് മോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. വണ്ടികളൊക്കെ മാറിയോന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ
അത് അവിടെ നിന്ന് ഒരു നീലയും വെള്ളയും നമ്മുടെ ബസ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ കളർ കോഡ് അതൊരു വെള്ളിമൂങ്ങ വന്നിട്ടുണ്ട്. വെള്ളിമൂങ്ങ ഒരു ഫോർച്യൂണറുണ്ട്. ചുവന്ന വണ്ടിക്കാരൊക്കെ മഞ്ഞ വണ്ടിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.